രാവിലെ തന്നെ കയ്യും കാലിനും ഒരു എക്സസൈസ് ആയി. വണ്ടി താഴെയിട്ട് വന്നുകൊണ്ട് നടന്നാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, അതാണ്ട് എന്റെ പൂക്കിയുണ്ട് കൂടെ. നമ്മുടെ റൂമിന്റെ താഴെ തന്നെയുള്ള കടയാണ്. ഒരു കട്ടൻ കുടിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു വിശപ്പ്. എന്നാ പിന്നെ 3 ഇഡലിയും സാമ്പാറോടെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എന്റെ പൂക്കിയും കൂടെ നല്ല ചൂട് ഇഡലിയും സാമ്പാറും ഓരോ ചായയും കുടിച്ചു അവിടെ. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ ശേഷം ഊബർ ഓണാക്കി ഞാൻ ഓടാൻ ഇറങ്ങി. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരുന്നത്, എടാ കൊച്ചിയിൽ നല്ല ബിരിയാണി അവിടെ കിട്ടും. ഗൈസ്, വേറെ ആരും അല്ല വിളിച്ചത്, ദാണ്ട് ഇവനാണ് വിളിച്ചത്. ഒരു ബിരിയാണി തിന്നാനായിട്ട് ഒരു കണ്ണാടിയും വെച്ചോണ്ട് പത്തനാപുരത്ത് നിന്ന് കൊച്ചി വരെ വന്നേക്കുക. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലുള്ള ഹോട്ട് ബോക്സിലോട്ട് നേരെ അങ്ങ് പോയി. ഓരോ ബീഫ് ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തു. പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ട് ബീഫ് ബിരിയാണി കഴിച്ചിട്ട് ഇവൻ മോശം അഭിപ്രായം പറയരുതല്ലോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അവിടുന്ന് ഓട്ടോ അടിച്ച് ചോറ്റാനിക്കരയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു സിഗ്നൽ വെച്ച് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു കൈക്കുഞ്ഞുമായിട്ട് മഴയും വെയിലൊക്കെ കൊണ്ടുകൊണ്ട് പേന കച്ചവടം നടത്തുക. എന്റെ ഗ്ലാസ്സിൽ വന്ന് തട്ടിയപ്പോൾ ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഗ്ലാസ് തുറക്കാതിരിക്കാൻ തോന്നിയില്ല. ഇപ്പൊ എനിക്ക് പേനയുടെ ആവശ്യമില്ലെങ്കിലും ഞാൻ ഗ്ലാസ് തുറന്നൊരു പേന. വെള്ളം കുടിക്കാനായിട്ട് ബേക്കറി കയറിയപ്പോഴത്തേക്ക് താണ്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റിയിലുള്ള കിൻഡർ ജോയ്. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. നമുക്ക് പിന്നെ പൂക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓട്ടം വിളിച്ച ചേട്ടന്റെ കുഞ്ഞു മോളുണ്ടായിരുന്നു കൂടെ. ആ മോൾക്കം കൊടുത്തു. അങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴിയാണ് പട്ടിയെപ്പിടുത്തക്കാർ വലയായിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ റൂമിൽ ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. നമ്മുടെ 2 സുഹൃത്തുക്കൾ തമ്മിൽ കുൽസിത പ്രവർത്തികൾ നടത്തുന്നു.